കർത്താവെ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. അത് കർത്താവെ, ഞങ്ങളത് അതൊരു റൂട്ടീനായിട്ട് ഏറ്റെടുക്കാതെ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പം കർത്താവെ, അങ്ങേ ഭയപ്പെട്ട് ഹല്ലേലൂയ അങ്ങിലേക്ക് നോക്കി, ഹല്ലേലൂയ അങ്ങയുടെ വചനത്തിലേക്ക് നോക്കി കർത്താവെ, ഇതാകുന്നു യാഥാർത്ഥ്യം. ഞങ്ങൾ കാണുന്നത് യാഥാർത്ഥ്യമല്ല, ഞങ്ങൾ കാണുന്നതിനെക്കാട്ടിലും അപ്പുറമായിട്ടൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ലോകത്തിലെ യാഥാർത്ഥ്യത്തിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ കർത്താവ്, ആ രീതിയിൽ ഞങ്ങൾ ജീവിപ്പാൻ കർത്താവ് ഒരു ദിവസം ഞങ്ങളെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ കാണുന്ന പ്രതികൂലങ്ങളും ഞങ്ങൾ കാണുന്ന പ്രയാസങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന് മുകളിൽ കർത്താവെ സാഹചര്യങ്ങൾ കാണും, കർത്താവെ മനുഷ്യർ കാണും, ഹല്ലേലൂയ ഉള്ള കർത്താവ് ഞങ്ങളുടെ എതിരെ വരുന്ന എല്ലാ ഞെരുക്കങ്ങളെയും അങ്ങ് ഒതുക്കി തീർക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. അങ്ങയുടെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നത്, അങ്ങയുടെ വചനം രാപ്പകൽ ധ്യാനിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ വഴി അനുഗ്രഹമാക്കി തീർക്കുമെന്ന് കർത്താവ് അങ്ങയുടെ വചനം ഓർപ്പിക്കുന്നല്ലോ. അങ്ങ് ഞങ്ങളുടെ വഴി അനുഗ്രഹമല്ല, ഞങ്ങളുടെ വഴി അനുഗ്രഹമാക്കി തീർക്കുമെന്ന് ഞങ്ങളുടെ വചനം ഓർപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആത്മീയരായിട്ട് കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങൾക്കപ്പുറമായിട്ട് മാറി ഹല്ലേലൂയ അഡൽട്ട്സായിട്ട് പുത്രന്മാരായിട്ട് കർത്താവെ ഈ അങ്ങയുടെ രാജ്യത്തിൽ ജീവിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വചനങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ്, വിശ്വാസം കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ലോകത്തിൻ്റെ കർത്താവെ ഒതുക്കാൻ പറ്റുമെന്നാണെന്നല്ലോ. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ചേരും അങ്ങയുടെ വചനവുമായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങ് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് തരുന്ന എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം കർത്താവെ. ഞങ്ങൾ കേൾക്കുന്നവർ, ഞങ്ങൾ ശ്രദ്ധിക്കുന്നവരെ എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കുന്നു കർത്താവെ. അല്ല, യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ കർത്താവെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് കർത്താവ്, ഞങ്ങൾ ലോകമെമ്പാടുമുള്ള യേശു ക്രിസ്തു കർത്താവെന്ന് പറയുന്ന എല്ലാ ആൾക്കാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കുന്നു. എല്ലാ വിശ്വാസികളും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കുന്നു. സഭ അല്ലല്ലോ വിഷയം കർത്താവെ. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുന്ന, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന ആണെന്നല്ലോ വിഷയം. അവരെല്ലാവരും താഴ്ച സമർപ്പിക്കുന്നു. എല്ലാവരും ഈ ദിവസങ്ങളെ ആത്മീയമായിട്ട് വളരുവാൻ, ശക്തിപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവെ, അങ്ങ് പറഞ്ഞതുപോലെ നിങ്ങൾ ഞാൻ ചെയ്തതിനേക്കാളും അപ്പുറം ചെയ്യുമെന്നുള്ള ആ ഒരു ലെവലിലേക്ക് എല്ലാവരും ഉയർന്നു കയറുവാൻ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ സമയത്തിനായിട്ട് സ്തുതിക്കുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ആക്ച്വലി കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച നോക്കിയത് പാപത്തിനെ കുറിച്ചായിരുന്നു. പാപം നമ്മൾ കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച. അപ്പം നമ്മൾ സിന്നിൻ്റെ നമ്മൾ സിന്നിനെ കുറിച്ചാണ് നോക്കിയത്. അപ്പം പാപം എന്ന് പറയുന്ന ഒരു വിഷയമാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ ലോകത്തിലെ എല്ലാ മതങ്ങളും മോക്ഷത്തിൻ്റെ പുറകെ ഓടുന്നത്. അപ്പം പാപം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഞാൻ ഒരുപക്ഷെ ഓർക്കുമായിരുന്നു വിശ്വാസികൾക്കേ ഉള്ളതും പ്രശ്നവും പ്രതികൂലവും പ്രയാസം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുമ്പം വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പാപം ഒരു സംഭവം തന്നെ. അപ്പം കമ്മിറ്റിംഗ് സിൻ. അപ്പം പാപം എന്ന് പറയുന്നത് ഒരു ഭയങ്കര എന്താ പറഞ്ഞത്, ഒരു പാവമാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് വളർന്നു വരാൻ തടുക്കുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് ദൈവത്തിന് സ്തോത്രം, നമുക്ക് പാപത്തിനെ അതിജീവിക്കാൻ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് പറ്റും അല്ലേ. നമുക്ക് കഴിയാത്തതാണല്ലോ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ സാധിച്ചത്. അപ്പം നമുക്ക് ആ ജയത്തിൽ നമുക്ക് ദിനം ജീവിക്കാൻ പറ്റും അല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ സൈക്കിൾ ചവിട്ടി പാടുപെടുമ്പോൾ ഒരു ട്രക്ക് വന്നു, ട്രക്കെ കയറി പിടിച്ചു, നമ്മളെ വലിച്ചുകൊണ്ട് പോയി. അപ്പം നമ്മുടെ ആ എഫേർട്ട് അങ്ങ് നിന്നു. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ദിനം ജീവിക്കണം. നമ്മൾ ആ ഒരു രീതിയിൽ ദിനം ജീവിച്ചാൽ മാത്രമേ. അപ്പം അവിടെ നമ്മൾ ആദ്യം ഇച്ചിരി എഫേർട്ട് എടുത്തു. ഏതാ സൈക്കിൾ സ്പീഡ് കൂട്ടി ചവിട്ടാൻ, പിന്നെ അത് കയറി പിടിച്ചു. അപ്പോൾ അവിടെ നമ്മൾ
കർത്താവിൽ നമ്മൾ ട്രൈ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഡോണ്ട് ട്രൈ ബട്ട് ട്രസ്റ്റ് ഗോഡ്. ശ്രമിക്കല്ല, കർത്താവിൽ ആശ്രയിക്കുക അല്ലേ. അപ്പം ചിലർ ഒരുപക്ഷെ ചിന്തിക്കും അത് ആ സൈക്കിളിൻ്റെ സ്പീഡ് കൂട്ടി ചവിട്ടുന്നത് അത് നമ്മൾ ട്രൈ ചെയ്യുമല്ലേ എന്ന്. അല്ല, അവിടെയും നമ്മൾ ട്രൈ ചെയ്യുമല്ലേ, നമ്മളവിടെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചിട്ട് നമ്മൾ വചനത്തെ കയറി പിടിച്ചു. ഓക്കെ, വചനത്തെ കയറി പിടിക്കാനും നമുക്ക് തന്നെ പറ്റുമില്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും വചനം കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വചനത്തെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വചനം ധ്യാനിക്കണം അല്ലേ. നമ്മൾ വചനം ജോഷുവ 1:6, 7, 8 പറഞ്ഞതുപോലെ നമ്മൾ രാപകൽ വചനം ധ്യാനിക്കുമ്പം, നമ്മൾ വചനം ഏറ്റു പറയുമ്പം എന്തു പറ്റും? വചനം നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരും. ഓക്കെ, വചനം നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരും. അപ്പം ജോഷുവ 1:8, 9 പറയുന്നുണ്ട് ദാറ്റ് നമ്മൾ നമ്മുടെ വഴി അനുഗ്രഹമാക്കി തീർക്കുന്നു. അല്ല, ദൈവമല്ല നമ്മുടെ വഴി അനുഗ്രഹമാക്കി തീർക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി വെച്ചേക്കുന്ന ആ ട്രാക്കിൽ ജീവിതത്തിന് വേണ്ടി എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ആ ട്രാക്കിലോട്ട് കയറുമ്പം കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് പറ്റും? നമ്മൾ അത് പിക്ക് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ നീങ്ങിയാൽ മാത്രമേ നമുക്ക് ജയോത്സവമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പ്രത്യേകിച്ച് നമ്മളെ ഈ ട്രാക്കിൽ ഓടിക്കാൻ നമുക്ക് ഈ ട്രാക്കിൽ ഓടാൻ ഏറ്റവും വലിയ തടസ്സം വരുന്നത് പാപമാണല്ലോ അല്ലേ. അപ്പം പാപത്തിനെ നമ്മൾ കൈകാര്യം എഫക്റ്റീവായിട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പം ഞാൻ പാപത്തിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് എന്തുമാത്രം കാര്യങ്ങൾ കണ്ടെന്ന്. ഈ പാപം കോംപ്ലക്സ് ഒരു സംഭവമാണ് അല്ലേ. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ ബൈബിളിൽ തന്നെ ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും ഇല്ലേ. ബൈബിളിനകത്ത് പറയുന്നുണ്ട് നമ്മളെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കണമെന്നില്ല, എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ടീച്ചറായിട്ടുള്ളത് ഉണ്ട്. പക്ഷെ നമുക്ക് കർത്താവ് ബൈബിളിനകത്ത് തന്നെ 5-fold മിനിസ്ട്രി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോസ്റ്റൽ, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റർ, ടീച്ചർ, പ്രോഫറ്റ്. 5-fold മിനിസ്ട്രി ഉണ്ട്. അപ്പോസ്റ്റൽ, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റർ, ടീച്ചർ, പ്രോഫറ്റ്. അപ്പം ഈ 5-fold മിനിസ്ട്രി കർത്താവ് തന്നേക്കുന്നത് എന്തിനാ? ചർച്ചിനെ എക്വിപ്പ് ചെയ്യാൻ അല്ലേ. ചർച്ചിനെ എക്വിപ്പ് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടിയാ? കർത്താവ് ചെയ്തതിനെക്കാട്ടിലും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ കർത്താവ് ഈ 5-fold മിനിസ്ട്രി തന്നിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ, പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കർത്താവ് ടീച്ചേഴ്സിനെ തന്നേക്കുന്ന, പ്രോഫറ്റ്സിനെ തന്നേക്കുന്ന, ഈ 5-fold മിനിസ്ട്രി തന്നേക്കുന്ന നമ്മുടെ പ്രോഗ്രസ് ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാ അല്ലേ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന പിള്ളേരെ എല്ലാം പഠിപ്പിക്കുമല്ലോ. 1, 2, 3, 4, 5, 6 സയൻസ്, ഇച്ചിരി ബയോളജി, ഇച്ചിരി മാത്സ്, ഇച്ചിരി സോഷ്യൽ സ്റ്റഡീസ് എല്ലാം നമുക്കെല്ലാം പഠിപ്പിക്കാം. പക്ഷെ നമുക്കത് ഫോക്കസ് ചെയ്യാനുള്ള എഫേർട്ട് ഉണ്ടോ? സമയമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടി കർത്താവ് ചർച്ചിനകത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ 5-fold മിനിസ്ട്രിയിലുള്ള ആൾക്കാരെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും അനോയിന്റിങ് നമുക്ക് കേൾക്കുമ്പം, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പം വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പം ഈ 5-fold മിനിസ്ട്രിയിലോട്ട് നമ്മൾ പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ഒത്തിരി സഭകൾ ഇന്ന് അപ്പോസ്റ്റലന്മാർ ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പോസ്റ്റൽ എന്ന് പറയുന്നത് ഇന്ന് മിഷണറിമാരുണ്ടല്ലോ അല്ലേ. മിഷണറി ഈസ് ആക്ച്വലി എൻ അപ്പോസ്റ്റൽ. ബിക്കോസ് അവരൊരു ഒരു സ്ഥലത്ത് പോയി ചർച്ച് സ്റ്റാർട്ട് ചെയ്യും, ആൾക്കാരെ എക്വിപ്പ് ചെയ്യും, ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന. അപ്പം മിഷണറി ഈസ് എൻ അപ്പോസ്റ്റൽ. അപ്പോൾ അപ്പോസ്റ്റൽ, ഇവാഞ്ചലിസ്റ്റിൻ്റെ കാര്യം നമ്മൾ മിക്ക സഭകളിലും അംഗീകരിക്കും. പാസ്റ്ററിന് പകരം പ്രീസ്റ്റ് ആക്കും. പ്രീസ്റ്റ് ഇസ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഇറ്റ്സ് നോട്ട് ന്യൂ ടെസ്റ്റ്മെന്റ്. ഓക്കെ, ന്യൂ ടെസ്റ്റ്മെന്റിൽ ഗോഡ്സ് പ്രീസ്റ്റ് എന്നൊരു ടേം നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണാൻ പറ്റും. ഒത്തിരി വ്യത്യാസമുണ്ട്. ടീച്ചിങ് നമ്മൾ പൊതുവെ മിക്ക ചർച്ചസിലും ടീച്ചർ എന്നുള്ളൊരു പോസ്റ്റ് ഇല്ല. ബൈബിൾ പഠിപ്പിക്കുന്നവരെയും ബൈബിൾ പ്രസംഗിക്കുന്നവരെയും അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നവരെയും ഒക്കെ നമ്മൾ പാസ്റ്ററായിട്ടാണ് പറയുന്നത്. പക്ഷെ ദാറ്റ്സ് നോട്ട് ട്രൂ. അപ്പം പാസ്റ്ററൽ ടീച്ചർ അനോയിന്റിങ് ഉണ്ട്, പിന്നെ പ്രൊഫറ്റിക് അനോയിന്റിങ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം ഈ 5-fold മിനിസ്ട്രി കർത്താവ് തന്നേക്കുന്നത്, പ്രോഫറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു കാര്യം ഓർക്കണം. നമ്മൾ പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്തോ ഓർക്കുന്നത്?
മുൻകൂട്ടി കാര്യങ്ങൾ പറയുന്ന ഒരാളെന്നല്ലേ. പക്ഷെ അതല്ല ബൈബിളിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രൊഫസി. ബൈബിളിക്കൽ ഡെഫിനിഷൻ ഞാനിത് ടച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല, പക്ഷെ ഞാൻ പറയാം. നമ്മൾ ബൈബിളിൽ നോക്കിയാൽ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട് എക്സോർട്ടേഷൻ, എഡിഫിക്കേഷൻ ആൻഡ് കംഫർട്ട്. ആ ഒരു വാക്യം ഒന്നും എടുക്കാം. ഒരു മിനിറ്റ്, ഇത് പാപത്തിനെ കുറിച്ച് ഷെയർ ചെയ്ത് പ്രവാചകനിലോട്ട് പോയി. ഒരു സെക്കൻഡ്. ഐ തിങ്ക് ദിറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എഡിഫിക്കേഷൻ, edification, exhortation, comfort. Okay, 1 Corinthians 14:3 എന്നെടുത്തേ. ഫസ്റ്റ് കൊറിന്ത്യൻസ് 14:3 ആരെങ്കിലും കിട്ടിയവര് വായിച്ചോ. പ്രവചിക്കുന്നവനോ കേൾക്കാം. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഓക്കെ, വേഴ്സ് 5 വായിച്ചേ. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ഓക്കെ, അപ്പൊ ഇവിടെ വേഴ്സ് 5 എന്ത് പറയുന്നു? നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുക. ഓക്കെ, വേഴ്സ് ഓക്കെ. അപ്പം എല്ലാവരും പ്രവചിക്കണമെങ്കിൽ വേഴ്സ് 3 എന്ത് പറയുന്നു? ഒന്നുകൂടെ വായിച്ചേ. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഓക്കെ, പ്രബോധനത്തിനും ആശ്വാസത്തിനും ആത്മീയ വർധനയ്ക്കും. ഓക്കെ, അപ്പം നമ്മളെ തന്നെ കുറിച്ച് ചിന്തിക്കും. ഓക്കെ, നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരുടെ അടുത്ത് സുവിശേഷം ഷെയർ ചെയ്യും, ഇതൊക്കെ ആവും, ഇതിങ്ങനെ ചെയ്യും എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നേ? ഒരാൾക്ക് നമ്മുടെ വായിക്കൂടെ ആത്മീയവർദ്ധന വരുന്നുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, ആത്മീയവർദ്ധന വരുന്നുണ്ട്. പ്രയാസത്തിലിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഒരു കംഫർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ആശ്വാസം കൊടുക്കാൻ പറ്റുന്നു. മൂന്നാമത്തെ എന്ത് വരുന്നു? ആത്മീയവർദ്ധന, ആശ്വാസം, പ്രബോധനത്തിനും. അപ്പം നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസി സ്ട്രോങ് എന്ന് പറയുമ്പം അവർ ചെയ്യും അല്ലേ? അത്രയും ആൾക്കാരെയാണ് നമ്മൾ സ്ട്രോങ് എന്ന് പറയുന്നത്. അത് കർത്താവ് എന്തുമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്? ആ വേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. പ്രവചിക്കുന്നവൻ ആണ് കർത്താവ് കണക്ക് കൂട്ടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മുടെ പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ പൊതുവെ ഒരു തെറ്റിദ്ധാരണ, ഒരുത്തൻ പ്രവചിക്കുവാണെന്ന് പറഞ്ഞാൽ അവൻ കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് ചെയ്യുന്നവരാ. ഓക്കെ, അപ്പം അന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫറ്റിക് ഗിഫ്റ്റ് വേറെ, ഓഫീസ് ഓഫ് ദി പ്രോഫറ്റ് വേറെ, ഇങ്ങനെ പ്രൊഫസ് ചെയ്യുന്നത് വേറെ. ഓക്കെ, എല്ലാം കൂടെ നമ്മൾ കുഴക്കില്ല. നമുക്ക് അതിലേക്ക് ദിവസമായിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്നെ പാം. ഓക്കെ, അപ്പം കർത്താവ് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ചുറ്റുപാടും തന്നേക്കുന്നത് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ആണല്ലോ. അപ്പം നമ്മൾ പാപത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പം ജെയിംസ് 1:15 വായിച്ചായിരുന്നു. 1:15 വായിച്ചു, നേരത്തെ വായിച്ചായിരുന്നു. ജെയിംസ് 1:15. ജെയിംസ് 1:15 നമുക്ക് അതൊന്നും കൂടെ ടച്ച് ചെയ്യാം. മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട മരണത്തെ പേറുന്നു. മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ
ഈ എവിടെ കൺസീവ്ഡ് ആകുന്നത് ഈ ഐ മീൻ ലസ്റ്റ്? മോഹം. ലസ്റ്റ് നമ്മുടെ സോളില്, നമ്മുടെ മൈൻഡിലാ. അപ്പം ഒരാള് ദൈവവചന പ്രകാരം ഓടാത്തൊരു വ്യക്തിയുടെ മനസ്സ് ഓപ്പണാ, ഓപ്പൺ ടു ദ വേൾഡ്, ഓപ്പൺ ടു സിന്ന, ഓപ്പൺ ടു സൈറ്റന. അപ്പം നമ്മുടെ മനസ്സ് ഇങ്ങനെ സൈറ്റന് ഓപ്പൺ ആയിട്ട് കിടക്കുമ്പം എന്തു പറ്റും? ലോകത്തിലെ ഒരു ചിന്ത വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലേ? അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് മരണത്തെ പ്രസവിക്കും, അല്ലേ? ഇറ്റ് വിൽ ബ്രിങ് ഫോർ ഡെത്ത്. അപ്പം നമ്മൾ ആസ് എ ബിലീവർ, നമ്മുടെ ചാലഞ്ച് ഇസ് ടു പ്രിവെന്റ് ദാറ്റ് സീഡ് ഫ്രം ഫോളിങ് ഓൺ ടു യുവർ മൈൻഡ്. ഓക്കെ, നമ്മൾ പാപത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഇതിനകത്ത് നല്ലൊരു എക്സാമ്പിൾ എന്തെന്നറിയാമോ? നമ്മൾ പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ വേൾഡിൽ തീ പിടിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാട്ടുതീ പിടിക്കാറുണ്ട്. ഓക്കെ, എനിക്കൊന്ന് ഇന്ത്യയിലും സംഭവിക്കാറുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഇത് കേൾക്കാറുണ്ടോ എനിക്കറിയത്തില്ല. അവിടെ കാട്ടുതീ പിടിച്ചു. എനിക്ക് തോന്നുന്നു വെസ്റ്റിൽ കൂടുതൽ കാരണം കാട്ടുതീ പിടിക്കാൻ കാരണം ആൾക്കാർ കുറവായതുകൊണ്ട് വലിയൊരു തീയായി കഴിഞ്ഞാൽ ആൾക്കാർ അറിയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അപ്പം തീ തുടങ്ങുന്ന തന്നെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞപ്പോഴേ കെടുത്തും. എനിക്ക് എൻ്റെ ചിന്ത പോന്നെ. അപ്പം ഓർത്ത് നോക്ക്, ഒരു കാട്ടുതീ പിടിക്കണമെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ, മിക്കപ്പോഴും ആൾക്കാരുടെ കെയർലെസ്നെസ് കൊണ്ടത് ഉണ്ടാകുന്നത്. ഒരുത്തൻ സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ കുറ്റി കെടുത്തുന്നതിന് പകരം ചുമ്മാ ഇട്ടിട്ട് അവനങ്ങ് പോയി. ഓക്കെ, ഇട്ടിട്ട് പോയി, അവൻ വണ്ടി കയറി പോയി. ഇതവിടെ കിടന്ന് പുകഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 2 ഇല കയറി പിടിച്ചിട്ട് പിന്നെ തീ കത്തിയ ആ സിഗരറ്റിൻ്റെ കുറ്റി അപ്പോഴേ പോയി. അത് കഴിഞ്ഞ് ഇല കയറി പിടിച്ച് പടന്ന് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പം ഒരു 10-20 മീറ്ററിലെത്തിയായി. ഒരു പക്ഷേ ഇച്ചിരൂടെ ഡ്രൈ ആയിട്ടുള്ള സീസൺ ആണെങ്കിൽ ഇച്ചിരി മണിക്കൂർ ആളിക്കത്തി, അല്ലേ? ഏറ്റവും ആദ്യം സിഗരറ്റിൻ്റെ കുറ്റി കെടുത്താൻ എത്ര നേരം വേണമായിരുന്നു? അവൻ്റെ ആ ഷൂയുടെ അറ്റം കൊണ്ട് ഒരു ചവിട്ടിയാൽ മതി, അല്ലേ? അവൻ്റെ അവിടെ കാലത്ത് അവളും സിഗരറ്റ് വലിക്കുമല്ലോ. അപ്പം എന്താ പറയുന്നത്, ഷൂയുടെ അറ്റം കൊണ്ടോ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇട്ടാൽ അത് കെടുത്താൻ ആളുകയേ ഉള്ളൂ. പക്ഷേ അപ്പം കെടുത്തില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് 100 കണക്കിന് ഏക്കർ കത്തുമ്പം എത്രയും വെള്ളം വേണം? ഫയർ ട്രക്സ് വേണം, അല്ലേ? ഹെലികോപ്റ്ററിൽ നിന്നും പ്ലെയിനിൽ നിന്നും കൊണ്ട് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ നല്ലൊരു മഴ വരണം. അപ്പം നമ്മൾ പാപത്തിൻ്റെ ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ വരുമ്പം ഏറ്റവും ആദ്യം അതിനെ ഒതുക്കാൻ എത്ര എഫേർട്ടാണ് വേണ്ടിയത്? ചെറിയൊരു എഫേർട്ട് മതി, അല്ലേ? അപ്പം ചെറിയൊരു എഫേർട്ടും കൊണ്ട് നമുക്ക് അതിനെ അപ്പം ഒതുക്കാമെങ്കിൽ, നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഒതുക്കിയില്ലെങ്കിൽ എന്തു പറ്റും? അവസാനം ഇത് ആളിക്കത്തിയിട്ട് എന്താ പറയുന്നത്, പിന്നെ നമ്മുടെ ബലത്തിൽ പിടിച്ചാൽ നിൽക്കാൻ വയ്യാതാവും. പിന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഹെൽപ്പ് വേണം, അല്ലേ? അപ്പം നമ്മൾ പ്രത്യേകിച്ച് പാപത്തിൻ്റെ വിഷയം നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. പാപം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരു കാര്യം കാണുമോ, അല്ലേ? ഫോർ എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറയുമായിരുന്നു, നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. പിള്ളേർ ഗെയിമിങ്ങിലോട്ട് പോകും, അല്ലേ? നിങ്ങൾ കേട്ടായിരുന്നോന്ന് എനിക്കറിയത്തില്ല. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു ഇച്ചിരി നാൾ മുമ്പേ. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആ ഗെയിംസിലോട്ട് ഒത്തിരി ഇന്നസെൻറ്റ് ലുക്കിംഗ് ഗെയിംസ്, ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരാണ്ട് ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ കേട്ടത്. അപ്പം ഓരോ ലെവൽ എത്തുമ്പോഴും ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കൈ മുറിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത ലെവലിലോട്ട് പോകും. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം. അതിൻ്റെ ഏറ്റവും അവസാനം എന്തെന്നറിയുമോ? സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ചാലഞ്ച് ചെയ്യും ആ ഗെയിം പിള്ളേരെ.
അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് പോകുമ്പം നമ്മൾ ഈ പിള്ളേർ അറ്റം കാണുന്നില്ലല്ലോ. ആ ഗുഹയ്ക്കകത്തോട്ട് കയറി കഴിയുമ്പോൾ അത് ആ അഡിക്ഷൻ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അവസാനം ചെന്ന് എത്തിക്കുന്ന ഭയങ്കര മോശമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലോട്ടാണ്. അപ്പം നമ്മൾ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഒരു കാല് വയ്ക്കുമ്പം, അല്ലെങ്കിൽ ഒരു വാക്ക് സംസാരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കയറി നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പം നമ്മൾ എന്ത് കാണണം? നമ്മൾ അതിൻ്റെ അവസാനം കാണണം. നമ്മൾ അവസാനം കണ്ടിട്ട് ആ സിഗരറ്റിൻ്റെ കുറ്റിക്ക് ഇച്ചിരിയും പവറേ ഉള്ളപ്പം കെടുത്താൻ 1 സെക്കൻഡ് മതി. പക്ഷെ അതേ സമയത്ത് ആ 1 സെക്കൻഡിന് പകരം വിട്ടുകൊടുക്കുകയാണെങ്കിൽ എന്തുമാത്രം നാശനഷ്ടം ഉണ്ടാകും. ഒരു കള്ളുകുടീൻ്റെ കാര്യം എടുക്കുക. ഇവൻ ഏറ്റവും ആദ്യം കള്ളു കുടിക്കാൻ തുടങ്ങുമ്പം അവസാനം ഒരു കുടിയനായിട്ട് തീരുമെന്ന് ഇവന് എന്തെങ്കിലും ചിന്ത ഉണ്ടായിട്ടാണോ കുടിക്കാൻ തുടങ്ങുന്നത്? ഞാൻ ഓർക്കുന്നത് കുറേ വർഷം മുമ്പ് എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്, എനിക്കൊന്ന് അവന് 10-20 വയസ്സേ ഉള്ളായിരുന്നുള്ളൂ. അവൻ പയ്യെ കുടിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ അവൻ്റെ ചോദിച്ചു, എനിക്ക് അവനെ നല്ലതായിട്ട് അറിയായിരുന്നു. ഞാൻ ചോദിച്ചു, നീ കുടിക്കുമല്ലേ? അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ കുടിക്കും, പക്ഷെ എനിക്ക് കൺട്രോൾ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഓക്കെ, നീ പറയുന്നത് നിനക്ക് കൺട്രോൾ ഉണ്ടെന്ന്, പക്ഷെ കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞ് കുടിക്കാൻ തുടങ്ങിയ ഒരാളെ നീ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് നല്ല കൺട്രോൾ ഉണ്ട്, എനിക്കിതിനെ കൈകാര്യം ചെയ്യാം. പക്ഷേ നമ്മുടെ ജഡത്തിനെ ഒതുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ ഫോറസ്റ്റ് ഫയറിൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ മനസ്സിലായോ? ജഡികമായിട്ടുള്ള വികാരങ്ങളുടെ പവർ അറിയത്തില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പാപത്തിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസികളെന്നുള്ള നമ്മൾ പാപത്തിനെ ജയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ജഡത്തിന്റെ ബലം നല്ലതായിട്ട് അറിയാം ഇല്ലേ? അപ്പം നമ്മുടെ അതിന്റെ സൊല്യൂഷൻ എന്തുവാ? നമ്മൾ ആ ഒരു പോയിന്റിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. നമ്മൾ പറയണം, കർത്താവെ എനിക്കിത് പറ്റത്തില്ല, ഞാൻ കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികളിൽ നമ്മൾ നീങ്ങിയാൽ, നമ്മുടെ ചിന്ത ഡയറക്റ്റ് ചെയ്താൽ നമുക്കതിന് ഒരു പ്രയാസവും ഇല്ലാതെ ഒതുക്കാൻ പറ്റും. ഓക്കെ, സൈറ്റിൻ്റെ ഒരു തന്ത്രമാണ് എന്തുവാ? നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ആരോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, നെഗറ്റീവായിട്ടുള്ള ആരോസ്. ആ പാപത്തിനെ കുറിച്ച്, ഈ പാപത്തിനെ കുറിച്ച്, നമ്മൾ പണ്ട് ചെയ്ത മണ്ടത്തരങ്ങളെക്കുറിച്ച്. എനിക്കറിയത്തില്ല, നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ച് കാണാതിരിക്കാൻ വഴിയില്ല. നമ്മൾ ഒരിക്കലും ഓർക്കാത്ത പേരുകളും സാഹചര്യങ്ങളും എല്ലാം എന്തിനാ? നമ്മുടെ ആത്മീയം ഒതുക്കാൻ വേണ്ടി ഇവൻ ചെയ്യുന്നത് എപ്പോഴും. അപ്പം നമ്മൾ എപ്പോഴും ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ കയറി വരുമ്പം തന്നെ, ചിന്ത കയറി വരുന്നതിന് കുഴപ്പമില്ല, അതിന് നമ്മൾ വളം വെച്ച് കൊടുക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, ബിക്കോസ് സൈറ്റിന് നമ്മുടെ മനസ്സിലോട്ട് ആരോ ഷൂട്ട് ചെയ്യാനുള്ള ആക്സസ് ഉണ്ട്, പക്ഷെ അതിന് നമ്മുടെ മനസ്സ് വായിക്കാനുള്ള ആക്സസ് ഇല്ല. ഓക്കെ, അപ്പം ഇവന് ആരോ ഷൂട്ട് ചെയ്തിട്ട് ഇവൻ എന്ത് ചെയ്യും? ഇവൻ നമ്മുടെ റിയാക്ഷൻ വാച്ച് ചെയ്യും. ഇവൻ നമ്മുടെ റിയാക്ഷൻ വാച്ച് ചെയ്തിട്ട് അവന് അടുത്ത സംഭവം തുടങ്ങും, അടുത്ത ലെവലിലോട്ട് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പം നമ്മൾ അവിടെ തന്നെ നമ്മൾ അതിനെ ഒതുക്കിയാൽ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, yeah, so that is one critical way to handle sin. I don't think there's any other way to handle sin. പക്ഷെ അതിൻ്റെ പുറകിൽ വേറെ കുറേ പ്രിൻസിപ്പിൾസും കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ആ പ്രിൻസിപ്പിൾ ഷെയർ ചെയ്യാം. ഓർത്ത് നോക്ക്, ഞാനൊരു കള്ളുകുടീൻ്റെ കാര്യം എടുക്കുക. ഓക്കെ, ഇവൻ കള്ളു കുടിക്കാൻ തുടങ്ങി, അവൻ പയ്യെ ഗ്രാജുവലി ആ കള്ളിൻ്റെ അടിയിലോട്ടായെന്ന് ഓർത്തോ. അവൻ പയ്യെ കള്ളിൻ്റെ അടിയിലോട്ടായി കഴിയുമ്പം എന്തു പറ്റും? അവിടെ ഡിമോണിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാനത് ഷെയർ ചെയ്തായിരുന്നു? ഇല്ലല്ലേ? അപ്പം അവിടെ പയ്യെ എന്തു പറ്റും? അവിടെ ഡിമോണിക്കായിട്ടുള്ള ഇൻഫ്ലുവൻസ് കയറി വരും. ഡിമോണിക്കായിട്ടുള്ള ഇൻഫ്ലുവൻസ് കയറി വന്നിട്ട് അപ്പം ഡിമോണിക്കായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആസ് എ ക്രിസ്ത്യൻ ബിലീവർ, ഓക്കെ, വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്പിരിറ്റിലോട്ട് ഡീമൺസിന് കയറി വരാൻ പറ്റത്തില്ല. ഓക്കെ, ബിക്കോസ് അവിടെ ഹോളി സ്പിരിറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഡിമോണിക് പ്രസൻസ് ക്യാൻ ബി ദെയർ ഇൻ യുവർ ബോഡി. പലപ്പോഴും പല സിക്നസ്സസും കൊണ്ടിരുന്ന ഡിമോണിക് പ്രസൻസാണ്.
അപ്പം ക്രിസ്ത്യൻസ് കനോട്ട് ഹാവ് ഡിമോണിക് പൊസഷൻ, ബട്ട് ദേ കൻ ബി ഡിമോണിക്കലി ഒപ്രസ്ഡ്. ഒപ്രസ്ഡ് എന്തൊരു വാക്ക്? ഒപ്രസ്ഡ് എതിർക്കുക. അല്ല, എതിർക്കുക ഓക്കെ ഒരു സൈഡ്, അമർത്തി വെക്കുന്നത് വേറൊരു സൈഡ്. ഇസ്രായേൽ മക്കളെ ചുറ്റുപാടുള്ള രാജ്യങ്ങള് എന്ത് ചെയ്തു? ഒപ്രസ് ചെയ്തു. അതിനെന്തോ പറഞ്ഞേ? ചൂഷണം ചെയ്തോ? അടിച്ചമർത്തി. അടക്കി വെച്ചു. അതെ, അടിച്ചമർത്തി. വേറെന്താ ശോചെന്താ? അടക്കി ഭരിച്ചു. അടക്കി ഭരിച്ചു. ഓക്കെ, യാ, അതെ, യാ. അപ്പം നമ്മൾ നമ്മുടെ ജഡികമായിട്ടുള്ള ഇതിനു വേണ്ടി വിട്ടുകൊടുക്കുമ്പം അതിനകത്തുനിന്ന് എന്ത് കിട്ടുന്നത് അറിയാം? സൈറ്റിന് നമ്മളെ എന്തോന്ന് പറഞ്ഞു? അടക്കി ഭരിക്കുക. ഓക്കെ, നമ്മുടെ ആ ഒരു ഏരിയയിൽ നമ്മളെ അടക്കി ഭരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പം നമ്മൾ അത് ചിലപ്പം ചിലർക്ക് ചില രോഗങ്ങളിൽ കൂടെയാണ്. ചിലർക്ക് ഫോർ എക്സാമ്പിൾ ആങ്കറിൻ്റെ ഒരു ഇഷ്യൂ നമ്മൾ പരിശുദ്ധാത്മാവിൽ കൂടെ അതിനെ എതിർത്തില്ലെങ്കിൽ ആ ഒരു വിഷയത്തിന് മുകളിൽ ഡിമോണിക് കൺട്രോൾ കാണും. കണ്ടിട്ടില്ലയോ? ചിലർക്കാണെങ്കിൽ അങ്ങ് പൊട്ടിത്തെറിച്ചാൽ കോപം വന്നാൽ പിന്നെ ടി വി എന്നില്ല, അതില്ല. ടി വി എറിഞ്ഞ് പൊട്ടിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലയോ നിങ്ങൾ? ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുത്തിനെ കണ്ടിട്ടുമുണ്ട്. അപ്പം അത് ഔട്ട് ഓഫ് കൺട്രോളാണ്, മനസ്സിലായോ? അപ്പം അവിടെ ഡെഫിനറ്റ്ലി ഒരു ഡിമോണിക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പം അതിനെ കർത്താവ് പറഞ്ഞു ദാറ്റ് വി ഹാവ് ദി അതോറിറ്റി ടു ബൈൻഡ് ഡിമോണിക് പ്രിൻസിപ്പാലിറ്റീസ്. ബൈൻഡിങ് നമുക്കതിനെ കെട്ടാനുള്ള കപ്പാസിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ അതിന്റെ വേഴ്സ് ഒന്ന് എടുത്തോട്ടെ. ബന്ധിക്കാൻ, അതെ. മാർക്ക് 3:27 ഒന്ന് എടുക്കാമോ? മാർക്ക് 3:27. വായിച്ചു കിട്ടിയൊരു വായിച്ചു. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. അപ്പം നമ്മൾ നോക്കുമ്പം സൈറ്റിന് എങ്ങനെയാ? അപ്പം ഓർത്ത് നോക്കാം, ഒരു കള്ളു ഓടിക്കുന്ന ഒരുത്തൻ. ഓക്കെ, ആദ്യം അവന്റെ ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇപ്പം കള്ളു ഓടിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം ഇച്ചിരിയും കുടിച്ചു, അടുത്ത ദിവസം ഇച്ചിരിയും കുടിച്ചു, പിന്നെ ഇച്ചിരിയും കുടിച്ചു, പിന്നെ കുടിക്കണമെന്ന് താല്പര്യം വന്നു. അപ്പൊ അവനിങ്ങനെ പ്രോഗ്രസീവ് നെഗറ്റീവായിട്ട്. ഓക്കെ, അപ്പൊ ഒരു ലെവല് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഒരു ലെവല് കഴിയുമ്പോൾ അപ്പൊ ഏറ്റവും ആദ്യമേ ഇവന് ഏറ്റവും ആദ്യം കുടിക്കുമ്പോഴേ ജഡത്തിന്റെ താല്പര്യമാണല്ലോ. അപ്പൊ അവിടെ ഡിമോണിക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ചത്തതിന്റെ ചുറ്റിനും പറന്ന് നടക്കുന്ന പോലെ ഈ ഡീമൺസ് ചുറ്റിനും പറന്ന് നടക്കും. ഓക്കെ, ചുറ്റിനും. പിന്നെ ഈ ഡീമൺസ് പയ്യെ ഇവന് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും. കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പയ്യെ ഈ ഡീമൺസിന്റെ പെട്ടിയും പ്രമാണവും കൊണ്ടൊക്കെ ഇവന്റെ ഉള്ളിലോട്ട് കടന്നു വരും. ഓക്കെ, പിന്നെ ഇതുങ്ങൾ എന്ത് ചെയ്യും? അവിടെ കുടിയേറി പാർക്കും. പിന്നെ ഇവൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അവരിവനെ പ്രേരിപ്പിക്കും. ഇവനിതിനെ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പം അവരിവനെ അടിച്ചൊതുക്കും. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഹീ സ്റ്റക്ക്, അവനവിടെ ഹെൽപ്ലെസ് ആയി. ഓക്കെ, ഹെൽപ്ലെസ് ആയി കഴിയുമ്പോഴത്തെ സിറ്റുവേഷൻ എന്തെന്നറിയാമോ? മറ്റേ ബൈബിളിനകത്ത് സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ്, ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് ഇതൊക്കെ Psalms chapter 69 verse 2 ഒന്ന് വായിച്ചേ. Psalms 69 verse 2. സങ്കീർത്തനം 29:2. ദൈവമേ, ഞാൻ നിന്നെ ശരണം ആക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ.
69:2 സോറി, ഒരു സെക്കൻഡ്. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴും, അതെ ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകും. അതെ 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 അതാ. യാ, അപ്പൊ ഇവിടെ പറയുന്നത് എന്തുവാ? ആഴമുള്ള വെള്ളത്തിലേക്ക് ഞാൻ താഴ്ന്നു ചേറ്റിൽ, അല്ലെ, ചേറ്. ഇംഗ്ലീഷിൽ അതിനുള്ള ഒരു ടേം ക്വിക്ക് സാൻഡ് എന്നാ. ഓക്കെ, നമ്മുടെ നാട്ടിൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ചേറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചേറിൽ ആൾക്കാർ പൂന്തി പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആന. ഓക്കെ, പക്ഷേ ക്വിക്ക് സാൻഡ്, ആന ഒരു എക്സാമ്പിളാ. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് കുറേ കൂടെ എക്സ്പാൻഡഡ് ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ക്വിക്ക് സാൻഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക, ആന മുങ്ങുന്നത് പോലെ തന്നെ. അപ്പം ഒരു ചതുപ്പ്. അപ്പം അതെ, അപ്പം ഒരാള് ചതുപ്പിനകത്തോട്ട് മുങ്ങാൻ തുടങ്ങിയാൽ ഓർത്ത് നോക്ക്, ഇവന്റെ 2 കാലിന് ചതുപ്പിനകത്ത് നിൽക്കാൻ, ഇവന്റെ 2 കാലിന്റെ വെള്ളയ്ക്ക് ഇവനെ നിർത്താനുള്ള ബലമില്ല, അല്ലെ? മുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവന് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു കാലിൽ പൊക്കിയാൽ എന്ത് പറ്റും? ഇച്ചിനോട് സ്പീഡിൽ മുങ്ങും, അല്ലേ? ബിക്കോസ് ഓഫ് ഫുൾ ഫോഴ്സ് ഒരു കാലിനകത്താണ് വരുന്നത്. അപ്പം അവന് ആ കാല് മാറ്റി മറ്റേ ചവിട്ടാൻ തുടങ്ങി പിന്നെ മുങ്ങും. അപ്പം അവിടെ സഹായത്തിന് എന്ത് വേണം? അവനെ തന്നെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവനവിടെ ഹെൽപ്പ് വേണ്ടിയത് വെളിയിൽ നിന്നാ ഒരു ഹെൽപ്പ് വേണ്ടിയത്. ആരെങ്കിലും ഒരു കയറിട്ട് കൊടുക്കുവോ, ഒരു കമ്പിട്ട് കൊടുക്കുവോ, എന്തെങ്കിലും വേണ്ടിയത്. അപ്പം അത്രയൊരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ ബലത്തിൽ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പ്രത്യേകിച്ച് അവിടെ ഡിമോണിക് ഇന്റലിജൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈറ്റൻ എന്ന് പറയുന്നതും ഡീമൺസ് എന്ന് പറയുന്നതും ഇവർക്ക് ഇന്റലിജൻസ് ഉണ്ട്, അല്ലെ? ബുദ്ധിയുണ്ട്. നമ്മൾ പട്ടിയും പൂച്ചയും നമുക്ക് മാനേജ് ചെയ്യുന്ന പോലെ ഡീമൺസിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ തന്നെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാം, ഡിമോണിക് ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും വളരെ വ്യക്തമായിട്ട്, അല്ലേ? ചില പ്രതികൂലങ്ങൾ കറക്റ്റ് ടൈമിന് വരുന്നത് ഞാനത് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പാറ്റേൺസിനെ പറ്റി. ചില പ്രതികൂലങ്ങൾ കറക്റ്റ് ടൈമിനാണ് വരുന്നത്. ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം മന്ത് ആഫ്റ്റർ മന്ത് അല്ലെങ്കിൽ വൺസ് ഇൻ 6 months, വൺസ് ഇൻ 3 months, അങ്ങനെ റെഗുലറായിട്ടാണ് വരുന്നത്. അപ്പം ഡീമൺസിന് ഇന്റലിജൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് മനുഷ്യരെന്നുള്ള നമ്മൾ ഫിസിക്കലി ഡീമൺസിനെക്കാട്ടിലും ഒത്തിരി വീക്കാ ആണല്ലോ. അപ്പം നമുക്ക് ഡിമോണിക് പവറിനെ ഒപ്പോസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ പ്രൈസ് ഗാഡ്, കർത്താവിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ മുകളിൽ വിജയമുണ്ട്, ജയമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളടുത്ത് കർത്താവ് പറഞ്ഞേക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഈ കുന്തത്തിനെയൊക്കെ ബന്ധിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, Mark chapter 3 verse 27 പറയുന്നത്, no man can enter into a strong man's house and spoil his goods except he first bind the strong man, and then he will be able to spoil his goods. Okay, വേറെ ഒരു വേഴ്സ് ആ സെയിം ഡയമെൻഷനിലുള്ളത് മാത്യുവിലുണ്ട്. ഓക്കെ, മാത്യു 18:18. മാത്യു 18:18 എന്ന് വായിച്ചേ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മാത്യു 16:19 എന്ന് വായിച്ചേ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പം നമ്മള് ഈ ഒരു വേഴ്സ് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന്റെ കീസ് തരും. അത് പീറ്ററിനടുത്ത് പറയുന്ന. പക്ഷേ ബാക്കിയുള്ള പ്രിൻസിപ്പിൾ, വാട്ട് എവർ യു ബൈൻഡ് ഓൺ ദി എർത്ത് ഷെൽ ബി ബൗണ്ട് ഇൻ ഹെവൻ ആൻഡ് വാട്ട് എവർ യു ഷെൽ ലൂസ് ഓൺ ദി എർത്ത് ഷെൽ ബി ലൂസ്ഡ് ഇൻ ഹെവൻ. ആ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ മാത്യുവിൽ വായിച്ചല്ലേ, മാത്യുവിലും മാർക്കിലും വായിച്ചത്, അല്ലേ? അപ്പം നമുക്ക് ആസ് എ ചൈൽഡ് ഓഫ് ഗാഡ് നമുക്ക് വി ഹാവ് ട്രെമൻഡസ് എമൗണ്ട്സ് ഓഫ് അതോറിറ്റി, നമുക്ക് ട്രെമൻഡസ് എമൗണ്ട്സ് ഓഫ് പവർ ഉണ്ട്. നമ്മൾ ആ അതോറിറ്റിയും നമ്മൾ ആ പവറും മനസ്സിലാക്കി കഴിയുമ്പം അതെങ്ങനെയാണ് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത്? ഒരാൾ എങ്ങനെ അതോറിറ്റി ചലിപ്പിക്കുന്നത്? സേ ഫോർ എക്സാമ്പിൾ ഒരു മിലിറ്ററിയിൽ
മിലിറ്ററിയാ ബെസ്റ്റ് എക്സാമ്പിൾ ഇതിന് അതോറിറ്റി എന്ന് വെച്ചാൽ പറഞ്ഞതുപോലെ ഇവന്മാർ അനുസരിക്കും. അപ്പം എങ്ങനെയാ വായും കൊണ്ടൊരു വാക്ക് പറയുക അല്ലേ? മിലിറ്ററിയിൽ ഒരു പരേഡ് നടക്കും, റൈറ്റ് ടേൺ എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ എല്ലാം റൈറ്റിലോട്ട് തിരിഞ്ഞിരിക്കും ഇല്ലേ? ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് തിരിയും. ഒരു വാർ നടക്കുവാണെങ്കിൽ ബുള്ളറ്റ്സ് പറക്കുവാണ്, അപ്പം സീനിയർ പറയുക അതിനകത്തോട്ട് ഓടാൻ പറഞ്ഞാൽ ഇവർ ഓടും. പലർക്കും അറിയാം അവർ മരിക്കുമെന്നറിയാം, പക്ഷെ അവർ പിന്നെ എന്ത് ചെയ്യും? അനുസരിക്കും ഇല്ലേ? ബിക്കോസ് അനുസരണം ഒരു ഫണ്ടമെന്റൽ വിഷയം അവിടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചേക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ അതോറിറ്റി ചലിപ്പിക്കാൻ ദൈവം തന്നേക്കുന്ന മെക്കാനിസം നമ്മുടെ വായ. യു നീഡ് ടു സ്പീക്ക്, ഓക്കെ? യു നീഡ് ടു ബൈൻഡ്, യു നീഡ് ടു ലൂസ്. അപ്പം നമ്മൾ ബൈൻഡും ലൂസും ചെയ്യാൻ 10 ദിവസം ഉപവസിക്കണ്ട. ചിലർ ഞാൻ കേട്ടിട്ടുണ്ട്, ഭൂതബാധ ഇറക്കാൻ വേണ്ടി ഞാൻ ചില പാസ്റ്റേഴ്സിനെ ആരും കേട്ടിട്ടുണ്ട്. ആരെയും കുറ്റം പറയല്ലോ കേട്ടോ, ഞാൻ ഉള്ളത് പറയാം. ഇവർക്ക് 3 ദിവസം ഉപവസിക്കണം. ഇവർ പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് വിശുദ്ധിയില്ല. വേറെ കുറെ കഥകൾ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ സൈറ്റിൽ ഓക്കെ ആ കഥകളുടെയൊക്കെ പുറകിൽ അതും ഷെയർ ചെയ്യുന്നത് വിൽ ടോക്ക് അബൌട്ട്. അപ്പം ഈ ഡിമോണിക് പവേഴ്സ് ഒതുങ്ങാൻ മെയിൻ റീസൺ എന്തുവാ? യേശുയുടെ നാമമാണ്, എൻ്റെ വിശുദ്ധി അല്ല. ഓക്കെ, സൈറ്റൻ കൊണ്ടിടുന്ന എപ്പോഴും നമ്മളെ കൊണ്ടിടുന്ന ഒരു സിറ്റുവേഷൻ എന്തോന്നറിയാം? നമ്മൾ പാപത്തിനെയും അതിനെയൊക്കെ ഓവർകം ചെയ്യാം. നിനക്ക് പറ്റിയേനെ അവൻ പറയുന്ന നമ്മുടെ ഉള്ളിൽ നിനക്ക് പറ്റും, പക്ഷെ നീ പോരാ കേട്ടോ. ഓക്കെ, നിനക്ക് പറ്റിയേനെ പക്ഷെ നിന്റെ ഉള്ളിൽ ആ പറ്റിയ പാപമില്ലേ? അപ്പം യേശുക്രിസ്തു നമ്മളെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിച്ചു എന്നുള്ളൊരു ബോധ്യം നമുക്കില്ലായെങ്കിൽ നമ്മൾ അവൻ്റെ ഈ ആപ്പിനകത്ത് കൊടുക്കും. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് എപ്പോഴും നമ്മളെ നീതീകരിച്ചു, പിതാവിൻ്റെ സന്ധിയിൽ നമ്മളെ ശ്രേഷ്ഠരായിട്ട് പിതാവ് എണ്ണി എന്നുള്ളൊരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. നമ്മൾ പാപികളായിരുന്നപ്പോഴല്ലേ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? വിശുദ്ധന്മാരായിരുന്നപ്പോഴാണോ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? അല്ല, നമ്മളെല്ലാം പാപികൾ. കർത്താവിൽ നിന്ന് മാറി നരകത്തിൽ യേശുക്രിസ്തു ലോകത്തിലുള്ളവൻ പറഞ്ഞു എന്തുവാ? നിങ്ങൾ സൈറ്റന്റെ മക്കളായിരുന്നപ്പോഴാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പാപികളല്ല, അത് വേറൊരു സൈഡാണ്. പക്ഷെ അപ്പൊ നമുക്ക് സൈറ്റൻ കൊണ്ട് തരുന്ന ഒരു ചിന്ത എന്തുവാ? നീ പോരാ, നിനക്ക് എൻ്റെ മോളിൽ അതോറിറ്റി ഇല്ല. കണ്ടിട്ടില്ലേ ഈ ചെയിൻ്റെ അറ്റത്ത് കിടക്കുന്ന പട്ടി? ചില പട്ടികൾ നമ്മളെ വലിച്ചുകൊണ്ട് ഓടും. അപ്പം ഈ പട്ടികള് നമ്മൾ അതോറിറ്റി, പട്ടികളിൽ ഒരു പട്ടി എപ്പോഴും ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മൾ ചില ഈ പട്ടികളെ നടക്കാൻ കൊണ്ടുപോകുമ്പം ചില പട്ടികൾ വലിച്ചുകൊണ്ട് ഓടുന്നത് കാണാം, ചില പട്ടികൾ സൈഡിൽ നടക്കുന്നത് കാണാം അല്ലേ? അപ്പൊ ഈ വലിച്ചുകൊണ്ട് ഓടുന്ന ആ ഒരു വ്യക്തിയെ ഒരു പട്ടി മുന്നേ പോവാ, അതിന്റെ പുറകെ ഒരുത്തിനെ വലിച്ചുകൊണ്ട് ഓടുക. ഓക്കെ, ഒരുത്തിനെ ഒരുത്തിയോ. ഓക്കെ, മിക്കവാറും ഒരുത്തിയായിരിക്കും വലിച്ചുകൊണ്ട് ഓടുന്നത്. ഓക്കെ, ബിക്കോസ് ആണുങ്ങൾ പൊതുവെ കൂടുതൽ കൺട്രോൾ എടുക്കും. ഓക്കെ, പെണ്ണുങ്ങൾ പൊതുവെ അതിങ്ങനെ ഒതുങ്ങി നടക്കും. അപ്പം എന്തു ചെയ്യുന്ന അറിയാമോ? പട്ടി ഡോമിനേറ്റ് ചെയ്യും. പട്ടി എപ്പോഴും ഒരു ലീഡറിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പട്ടി ലീഡറാകും. മനസ്സിലായോ? ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഒന്നുകിൽ പട്ടി ഒരു ലീഡറിനെ നോക്കി ലീഡറിന്റെ പുറകെ ഓടും. ലീഡർ ഇല്ലെന്ന് കണ്ടാൽ പട്ടി ലീഡർഷിപ്പ് ഏറ്റെടുക്കും. അപ്പൊ ഈ ലീഡർഷിപ്പ് ഏറ്റെടുക്കാത്ത ആൾക്കാരെയാണ് ഈ പട്ടി വലിച്ചുകൊണ്ട് ഓടുന്നത്. മനസ്സിലായോ? അപ്പം സൈറ്റൻ നമ്മളെ വലിച്ചുകൊണ്ട് ഓടുന്നത്, ഡീമൺസ് നമ്മളെ വലിച്ചുകൊണ്ട് ഓടുന്നത് നമുക്ക് അതോറിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കും. പല്ലിന് വേദനയാണെങ്കിലും ക്യാൻസർ ആണെങ്കിലും പനിയാണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിൽക്കട യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ പറയാൻ നമ്മൾ പോകണ്ട. ബിക്കോസ് നമ്മൾ പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ? നമുക്ക് ഈ ഡിമോണിക് പവേഴ്സിൻ്റെ മുകളിൽ നമ്മളെക്കാട്ടിലും എത്രയോ കൂടുതൽ ഫിസിക്കൽ കപ്പാസിറ്റി ഉള്ള ഡീമൺസിൻ്റെ മുകളിൽ നമുക്ക് അതോറിറ്റി ഉള്ളത് യേശുവിൻ്റെ നാമത്തിൽ കൂടെ, യേശുവിൽ കൂടെയാണ്. അല്ല നമുക്ക് പ്രത്യേകിച്ച് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതോറിറ്റി ഇല്ല. അപ്പൊ യേശുവിൽ കൂടെ നമുക്ക് അതോറിറ്റി ഉണ്ട്. അപ്പം ഒരുത്തൻ ഇങ്ങനെ കളുപിടിച്ച് തുടങ്ങി ഡിമോണിക് പവേഴ്സ് അവരുടെ ബാഗേജും ബെഡും സ്വെറ്ററും ബ്ലാങ്കറ്റും
കഴിക്കാനും കുടിക്കാനും ഉള്ളതെല്ലാം കൊണ്ടുവന്നു. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, മനസ്സിലായി? അപ്പം അവര് ഈ കള്ളുകൂടിയൻ്റെ ഉള്ളിൽ അവർ താമസിച്ചു തുടങ്ങി. ഇവനിപ്പം ചതുപ്പില്ല, ഇവന് ഒരു രക്ഷയില്ല. പക്ഷെ അവൻ അവിടെ മനസ്സിലാക്കുവാണ്, ചില വിശ്വാസികൾ കള്ളുകൂടിയുടെ ആപ്പിനകത്തായി പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസികളാകാതിരുന്നില്ല, അവർക്ക് കള്ളുകൂടിയോടൊരു വീക്ക്നെസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഓഫ് കോഴ്സ് അവർ അതിന് വിട്ടുകൊടുത്താൽ അവർ അവസാനം ചെന്ന് ചാടുന്ന വേറെ എളുപ്പമായിരിക്കും. ബിക്കോസ് അവസാനം കൺട്രോൾ കിട്ടും. അപ്പം നമ്മൾ അത്രയൊരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടേ? നമ്മൾ വാ തുറന്ന് പറയണം യേശുവിൻ നാമത്തിൽ. ഇപ്പം ആൽക്കഹോളിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ആരും ആൽക്കഹോളിക്കാന്ന് എനിക്ക് ആൽക്കഹോളിലോ തൊടുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല. പക്ഷേ യു മൈറ്റ് ഹാവ് അതർ തിങ്സ് വിച്ച് യു ക്യാൻ കമ്പയർ ടു ആൽക്കഹോളിസം. ജഡികമായിട്ടുള്ള പ്രവർത്തികൾ. ഓക്കെ, അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഡിമോണിക് പവേഴ്സിനെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറയണം, വാ തുറന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഡിമോണിക് സ്ട്രോങ് ഹോൾഡ്. അപ്പോൾ ഇവരുടെ ബാഗും ബാഗേജും കൊണ്ട് വരുമ്പോൾ എന്തോ ഉണ്ടാക്കുന്നത്? ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു സ്ട്രോങ് ഹോൾഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പം വേണമെങ്കിലും കയറി ഇറങ്ങാൻ പോവുകയും ചെയ്യാം. അപ്പോൾ ഈ ഡിമോണിക് സ്ട്രോങ് ഹോൾഡിനെ ഉണ്ടാക്കി കഴിയുമ്പം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഡിമോണിക് പവറിനെ ബൈൻഡ് ചെയ്യുന്നു. ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ബി സ്പെസിഫിക് കേട്ടോ. ഡിമോണിക് പവറിനെ ബന്ധിക്കുന്നു എന്ന് പറയണം. പിന്നെ യേശുവിൻ നാമത്തിൽ അവിടെ ഡിമോണിക് സ്ട്രോങ് ഹോൾഡിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു എന്നും കൂടെ പറഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ച് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. യുനോ, സോ ഇഫ് യു ജസ്റ്റ് ഡു ദാറ്റ് യു വിൽ ഫൈൻഡ് എ ട്രെമൻഡസ് ചേഞ്ച് ഹാപ്പനിങ് ദർ. പിന്നെ ഇവർ പിന്നെയും ആദ്യം തൊട്ട് തുടങ്ങണം. ഏതാ? ഇവരുടെ ബാഗ് കൊണ്ടുവരണം, ഇവൻ്റെ സ്വെറ്റർ കൊണ്ടുവരണം, ഇവൻ്റെ ബ്ലാങ്കറ്റ് കൊണ്ടുവരണം, ഇവൻ്റെ ബെഡ് കൊണ്ടുവരണം. മനസ്സിലായോ? So you can really exercise a lot of authority over demonic principles. Inathu parna, whatever you bind on the earth shall be bound in heaven, and whatever you loose on the earth shall be loosed in heaven. So we have that capacity to bind and break these demonic principalities. Okay. Yeah, any questions undo? Yeah. പിന്നെ ഞാൻ ഒരു പ്രിൻസിപ്പിളും കൂടെ ഷെയർ ചെയ്തിട്ട് ഐ സ്റ്റോപ്പ് കേട്ടോ. നമ്മൾ എപ്പോഴും സോറി ഇല്ല ബ്രേക്ക് ആയില്ല. ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഒന്ന് നിർത്തിയതാ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന്? ഇല്ല. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെന്നറിയാമോ? ബ്രോക്കൺ, ഒരു തകർന്ന നുറുങ്ങിയമായിട്ടുള്ള ഹൃദയത്തിനെ നീ നിഷേധിക്കത്തില്ലെന്ന് പറഞ്ഞു. സാംസ് 51 അല്ലേ? തകർന്ന നുറുങ്ങിയമായിട്ടുള്ളൊരു ഹൃദയത്തിനെ നീ നിഷേധിക്കത്തില്ല എന്ന് പറഞ്ഞത്. ആ വേഴ്സ് എവിടെ ഒന്നും എടുക്കാമോ ആരെങ്കിലും? നോക്കുക. ഓക്കെ, വേഴ്സ് 17, 51:17. ഓക്കെ, വായിച്ച്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഓക്കെ, മനസ്സെന്ന് പറയുന്നില്ല. ഒരുത്തന്റെ മനസ്സ് തകർന്നു എന്ന് പറഞ്ഞാല് അതെ, ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞത് സാക്രിഫൈസ് ഓഫ് ഗോഡ് ആർ എ ബ്രോക്കൺ സ്പിരിറ്റ്, എ ബ്രോക്കൺ ആൻഡ് എ കൺട്രൈറ്റ് ഹാർട്ട്, ഓ ഗോഡ് യു വിൽ നോട്ട് ഡിസ്പൈസ്. അപ്പൊ ഈ അതെ, അപ്പം ബ്രോക്കൺ ആയിട്ടൊരു സ്പിരിറ്റിന്റെ എക്സാമ്പിൾ എന്താണെന്ന് അറിയാമോ? ഓർത്ത് നോക്കുക. നമ്മൾ പ്രത്യേകിച്ച് ഓക്കെ ഒരു പട്ടി. ഓക്കെ, നമ്മൾ ഈ പട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാ? ഏറ്റവും ആദ്യം അത് കൊച്ചു പട്ടിയായിരിക്കും, വിളിച്ചാൽ ഓടി വരുമോ? ഇല്ല അല്ലേ? അപ്പം പട്ടി അതുവഴി ഓടും. പിന്നെ നമ്മൾ വിളിക്കും, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും, എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൊട്ട് കൊടുക്കും, ഇല്ലേ? അപ്പം പട്ടിയെ ട്രെയിൻ ചെയ്ത് നമ്മുടെ രീതിയിലാക്കുന്നത് എങ്ങനെയാ? നമ്മൾ ട്രെയിൻ ചെയ്ത. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി അതിനെ ബ്രോക്കൺ ആക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഉള്ളിൽ എപ്പോഴും അപ്പം ഈ ബ്രോക്കൺനെസ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, കർത്താവെ എൻ്റെ ബലം കൊണ്ട് ഒന്നും സാധ്യമല്ല എന്നൊരു സ്റ്റേറ്റിലോട്ട് നമ്മൾ വരണം. മനസ്സിലായോ?
ഞാൻ വലുതെന്തോ ഞാൻ എന്തോന്നോ ആയി എന്നുള്ളൊരു ചിന്ത വെച്ചുകൊണ്ടിരുന്ന ഒരിക്കലും ഒരുത്തിന് ആത്മീയമായിട്ട് വളരാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡ്, കർത്താവെ എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതാണ്, എൻ്റെ ജീവിതം ക്രമീകരിക്കാൻ സഹായിക്കണേ. അപ്പം നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ട് കർത്താവിലായിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ്റെ ഹൃദയമാണ് തകർന്നു നുറുങ്ങിയിരിക്കുന്നത്. മനസ്സിലായേ? നമുക്ക് അത്രയൊരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും വേണം. എപ്പോഴും ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രം ഏതാ എനിക്ക് ബലമില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല കർത്താവ്, നമ്മൾ പറയുമ്പോഴാണല്ലോ നമ്മൾ കർത്താവിലോട്ട് നോക്കുന്നത്, ഇല്ലേ? ബ്രോക്കൺ ആറ്റിറ്റ്യൂഡ്, ഹമ്പിൾ ആറ്റിറ്റ്യൂഡ്. ഹമ്പിൾനെസ് അല്ല, ബ്രോക്കൺ ആറ്റിറ്റ്യൂഡ്. അപ്പം ട്രസ്റ്റിംഗ് ഗോഡ് ടു ഹെൽപ്പ് യു ഇൻ എവറിത്തിങ്. അങ്ങനെ നമ്മൾ ഒരു സ്റ്റേറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ആത്മീയ വർധനയ്ക്കും പാപത്തിന് ജയിക്കാനും ഇത്രയൊരു ആറ്റിറ്റ്യൂഡ് ക്രിറ്റിക്കലാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു ഓവർകം സിൻ, ബിക്കോസ് നമ്മൾ നമ്മുടെ ബലത്തിൽ ആശ്രയിക്കും. Humble, okay, fine. Broken, yeah. അപ്പം it can be humbleness. ഞാൻ ആ വേർഡിന്റെ ഡെഫിനേഷൻ ബ്രോക്കൺനെസ് ഇസ് നമ്മുടെ ഹൃദയത്തെ ദൈവം പറയുന്നതിലോട്ടും ദൈവം പറയുന്ന അനുസരിക്കാനായിട്ട് പ്രിപ്പയർ ആക്കുക, അല്ലെ? ആ ഒരു ലൈക്ക് ഒരു നിലം ഒഴുതുന്നത് പോലത്തെ ഒരു. അതെ. അപ്പം നമ്മൾ ആ ഒരു നമുക്ക് അത്ര ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാപത്തിന് ജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഐ തിങ്ക് വിൽ സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ വി വിൽ സ്റ്റോപ്പ്. ആര് പ്രാർത്ഥിക്കുന്നു? അമ്മു പ്രാർത്ഥിക്കും. ഇല്ല, അമ്മു അമ്മോ അല്ല, അമ്മു. ഒരു സെക്കൻഡ് ഇപ്പൊ വരാവേ. ഫസ്റ്റ് കൊരിന്ത്യൻസ് 14:3 and 5 അറിയില്ലേ? അത് അതിനെ ഇപ്പൊ എന്താ പറയുക? പ്രോഫറ്റ്. അത് പ്രോഫറ്റിക് ഗിഫ്റ്റ് അല്ല, ഓഫീസ് ഓഫ് ദ പ്രോഫറ്റ് അല്ല. ബട്ട് വാട്ട് ഈസ് ദാറ്റ്? ഫസ്റ്റ് കൊരിന്ത്യൻസ് 14:3 ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കൊരിന്ത്യൻസ് 14:3 എക്സോർട്ടേഷൻ, എഡിഫിക്കേഷൻ, കംഫർട്ടിനെ പറ്റി പറഞ്ഞല്ലോ. അത് ദാറ്റ്സ് എ ജനറൽ ഗിഫ്റ്റ് ഓഫ് ജനറൽ പ്രൊഫസി എന്നേ ഉള്ളൂ. അത് സ്പെസിഫിക്കലി പ്രോഫറ്റ് അല്ല, ഓഫീസ് ഓഫ് ദ പ്രോഫറ്റ് അല്ല. ഇറ്റ് ഇസ് നോട്ട് ദ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, ബട്ട് ഇറ്റ് ഇസ് എന്താ പറഞ്ഞ ജനറൽ പ്രൊഫസി. ഓക്കെ, പ്രാർത്ഥിക്കാം. Gracious, loving Heavenly Father, O Master, Lord Jesus Christ, we thank and praise you, Father, Lord, for this beautiful time, O Master. We thank and praise you, Father, Lord, for the word we received today, O Father, Lord, about how we should overcome sin, O Father, Lord. We thank and praise you, Father, for your Holy Spirit, which spoke unto us, O Father, Lord. Yes, Master, we thank and praise you for the wisdom and knowledge, O Father, Lord, shared unto us, O Master. Help us not, O Father, Lord, to just be the doers of to just be the hearers of the word of God, O Father, Lord, but to be the doers of the word of God, O Father, Lord. Help us, O Father, Lord, to follow what we received this day, O Father, Lord. Yes, Master, teach us to walk in your word, O Father, Lord, without any sin, O Father, Lord, in our hearts, O Master. And as for your coming, O Father, Lord, help us to always be blameless, O Father, Lord, and a spotless bride, O Father, Lord, when we come, O Father, Lord, in the mid-air, O Father, to take us, O Father, Lord, back to heaven, O Jesus Christ. We thank and praise you, Father, Lord, for this beautiful time. Bless all the people of God, O Father, Lord, who heard thy word today, O Father, Lord. We thank and praise you, Master, Lord. In Jesus Christ's most sweet and precious name we pray. Amen. Amen.